എറണാകുളം പറവൂരിൽ വാഹന ചാർജിംഗ് കേന്ദ്രത്തിലെ മെഷീനിൽ നിന്ന് സ്ത്രീക്ക് ഷോക്കേറ്റു. കെഎസ്ഇബിയുടെ മന്നം സബ്സ്റ്റേഷന് സമീപമുള്ള ചാർജിംഗ് കേന്ദ്രത്തിലാണ് സംഭവം. നഗരസഭ മുൻ കൗൺസിലർ കെ.എൽ. സ്വപ്നയ്ക്കാണ് ഷോക്കേറ്റത്. അത് കാറിൽ നിന്ന് കണ്ണ് ഊരിയിട്ട് മെഷീനിലേക്ക് കണ്ണ് വെച്ചപ്പോൾ കറക്റ്റിൽ നമ്മൾ വെച്ചപ്പോൾ ഈ ഭയങ്കര വലിയ ശബ്ദം കേട്ടിട്ടൊരു പ്രകാശം പോലെ വന്നിട്ട് പിന്നെ ഷോക്കടിച്ച് വീഴുന്നു. വലത് ഭാഗത്ത് തന്തവരിൽ പൊള്ളിയിട്ട് പിന്നെ ഇടത് ഭാഗത്ത് നമ്മുടെ തൊടയുടെ 2 ഭാഗം പൊള്ളിയിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞത് കറണ്ട് പാസ് ചെയ്തിട്ട് ഇങ്ങനെ ഇറങ്ങി പോകണ ആ ഒരു ഇതാണെന്ന് ഡോക്ടർ പറഞ്ഞു. നമ്മൾ ഈ ചാർജിംഗ് സ്റ്റേഷൻ വെക്കുമ്പോൾ കുറച്ചുകൂടി സുരക്ഷിതമായിട്ടുള്ള രീതിയിലുള്ള ചെയ്യണം എന്നുള്ളതാണ്. ഇത് ടയറക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ചാർജിംഗ് സ്റ്റേഷനാണ് വന്നിട്ടിരിക്കുന്നത്. പറവൂർ സ്റ്റേഷനിലെ കമ്പനിയിലൂടെ രാഗിനുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. രാഗിൻ, കൂടുതൽ ആളുകളും ഉപഭോക്താക്കളും ഇത്തരത്തിൽ വാഹനം ഉപയോഗിക്കുന്നവർ ഈ ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് മാറുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഷോക്ക് കേൾക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. എന്താണ് സംഭവിച്ചത്? രാവിലെ പത്തനംതിട്ടയ്ക്ക് പോവുകയായിരുന്നു സ്വപ്ന. അതിനു മുൻപായി ഈ വാഹനം ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചാർജിംഗ് കേന്ദ്രത്തിലെത്തിയത്. അങ്ങനെ ചാർജിങ് ആരംഭിച്ചു. ഏകദേശം 59% ചാർജായി. അതിനുശേഷം ഇത് പെട്ടെന്ന് ഈ മെഷീൻ പ്രവർത്തനരഹിതമായെന്നാണ് പറയുന്നത്. തന്നെ ഓണായി ചാർജ് ആകുമെന്ന് കരുതിയെങ്കിലും അത് ഉണ്ടായില്ല. തുടർന്ന് ഈ കാറിൽ കുത്തിയിരിക്കുന്ന ആ ഭാഗം തിരിച്ച് മെഷീനിലേക്ക് ഘടിപ്പിച്ച ഘട്ടത്തിലാണ് ഷോക്കടിച്ച് തെറിച്ചു വീഴുകയാണ് ഉണ്ടായത്. ഒപ്പം ശാരീരിക അസ്വസ്ഥയും ഉണ്ടായി, തലകറക്കവും അടക്കമുള്ള കാര്യങ്ങളും ഉണ്ടായി. തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടുകയാണ് ചെയ്തത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒട്ടനവധി പേർ ഇത്തരം വാഹനങ്ങളിലേക്ക്, ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുകയാണ്. അപ്പോഴാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇത് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യവും കൂടിയാണ്. ഈ ചാർജിംഗ് സ്റ്റേഷൻ 2022 അവിടെ വന്നത്. ഇതുവരെയും വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് തൽക്കാലം ഇപ്പോൾ അതിന്റെ പ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ട്. സ്വപ്ന പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതിനാൽ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടൊരു പരിശോധന, അത് ടെക്നിക്കൽ സൈഡിലാണെങ്കിലും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിലും ആവശ്യമാണ് എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്.